ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും വിജയ ഡയറക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി ആ ഒരു പരിസരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ സിനിമ ഷൂട്ടിംഗ് നടന്ന ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു പറയുന്ന സീനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബി ആക്ഷൻ ഹീറോ ബിജു അതിലൊരു സോങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തേക്കുന്ന ആ ഒരു സ്ട്രീറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ കൊച്ചി വാട്ടർ മെട്രോയിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി നേരെ ആ റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ട് എൻ്റർ ആവാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. കൂടുതലും വൈകിട്ടൊക്കെയാണ് എല്ലാ കടകളും ഓപ്പൺ ആകുന്നത്. കുറച്ച് കടകളൊക്കെ നമുക്ക് ഈ സൈഡിൽ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കാണുന്നതൊക്കെ ചീന വലയാണ്. അതായത് നമ്മൾ പണ്ടത്തെ പോർച്ചുഗീസുകാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ചീന വലയാണ് ഇപ്പോഴും അവർ യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അവിടെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പം തന്നെ വലിയൊരു ആങ്കർ, അതായത് നമ്മുടെ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു ആങ്കർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് നമ്മുടെ ബീച്ച് സൈഡിൽ നിന്ന് കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അത്രയും ക്ലീൻ അല്ല. അത്യാവശ്യം നല്ല മഴയാണ്. നമ്മൾ ചെന്ന ആ ഒരു 2 ദിവസം മുന്നേയൊക്കെ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലുള്ള കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ റോഡ് മാർഗ്ഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ട് എത്താൻ പറ്റും. ഫോർട്ട് കൊച്ചിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഫോർട്ട് കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒന്ന് നമ്മുടെ സാന്റാക്രൂസ് ബസിലിക്ക, പിന്നെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, അതായത് വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളിയാണ്. പിന്നെ ഡച്ച് സെമിത്തേരി ഉണ്ട്, ചീനവല, അങ്ങനെ തുടങ്ങിയ പല സ്മാരകങ്ങളും നമുക്ക് ഈ ഒരു ഫോർട്ട് കൊച്ചിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ വാസ്തുകലാ പാരമ്പര്യം ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചു പോരുന്നുണ്ട്. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തദ്ദേശീയ നിയമം നിലവിലുണ്ട്. കൊച്ചി എന്ന പേരിന് കാരണം ഈ ഭാഗത്ത് ചേരുന്ന നദികളും കടലിൻ്റെ അഴിമുഖവുമാണ്. കൊച്ച് അഴി എന്ന പേരാണ് കൊച്ചി ആയത്. ഈ കാണുന്ന വീടാണ് ബിഗ് ബി സിനിമയിൽ അവരുടെ വീടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പണ്ട് ഈ ഒരു ഇതുണ്ട്, ഈ പോർഷനൊക്കെ ഉണ്ടല്ലോ, ഈ പോർഷൻ പണി ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണത് പണി ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു ഹോം സ്റ്റേ ആയിട്ടാണ് അവരിപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വാസ്കോ ഹോം സ്റ്റേ ഈ ബാസ്റ്റൺ സ്ട്രീറ്റിലാണ് ഈ ഒരു വീടിരിക്കുന്നത്, ബിഗ് ബി വീടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ബിഗ് ബിയുടെ ഷൂട്ടിംഗ് നടന്ന ആ ഒരു പ്ലേസ് കണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു പള്ളി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. അപ്പോൾ ഈ ഒരു പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്തിരുന്നത്. ഫോർട്ട് കൊച്ചിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തു. നമ്മളിനിപ്പോൾ തിരിച്ചിനി പോകാൻ പോവാണ്. റൂമിൽ പോയി ഇന്നിപ്പോൾ അവിടെ നിന്ന് ഇനി വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. വാട്ടർ മെട്രോ, പിന്നെ നമ്മുടെ ഈ ബിഗ് ബി ഷൂട്ടിംഗ് നടന്ന ഈ ഒരു വീട്, പിന്നെ അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു പ്രാവശ്യം വരുന്ന സമയത്ത് നമുക്ക് എറണാകുളം ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, അല്ലേ? കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് സമയക്കുറവ് കാരണമാണ് ഇത്രയും ചെയ്തത്. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.